അതേസമയം മരിച്ച മിഥുൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മിഥുൻ്റെ വിദേശത്തുള്ള അമ്മ എത്തിയതിനു ശേഷമാകും സംസ്കാരം നടത്തുക. അതേസമയം തേവലക്കര ബോയ്സ് സ്കൂളിൽ വൻ പ്രതിഷേധമാണ് ഉള്ളത്. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJP പ്രവർത്തകരോട് ഉപയോഗിച്ചു. ജില്ലയിൽ നാളെ ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ രാജീവ് നമ്മളിപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഈ ഒരു സ്കൂളിൽ 13-കാരനായ മിഥുൻ്റെ മരണം, അതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. നിലവിൽ മിഥുൻ്റെ വിദേശത്തുള്ള അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മ എത്തിയതിനു ശേഷമാകും ബാക്കി സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമ്മയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കുടുംബം എന്നും മനസ്സിലാക്കുന്നു. രാജീവ്, കൂടുതൽ വിവരങ്ങൾ. നിഖില്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഉള്ളത്. ഇതിനുശേഷം ഈ അമ്മ എപ്പോഴാണ് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അമ്മയെ വിവരമറിയിക്കാനുള്ള ശ്രമങ്ങൾ ബന്ധുക്കൾ തുടരുകയാണ്. തുർക്കിയിലാണ് അമ്മ ഇപ്പോഴുള്ളത്. അവരെ വിവരമറിയിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീർച്ചയായും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കും ഇക്കാര്യത്തിലൊക്കെയുള്ള പരിമിതികളുണ്ട്. ഒരു അമ്മയെ എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നത് സംബന്ധിച്ചുള്ള ചില പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ദുഃഖകരമായ അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ആ വീട് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ സ്കൂളിന്റെ ഒരു ദുരവസ്ഥയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയും ഒക്കെ വളരെ സജീവ ചർച്ചയാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ സ്കൂളിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ABVP അതുപോലെ തന്നെ KSU നാളെ വിദ്യാഭ്യാസ ബന്ദിന് ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അത്തരമൊരു ഷെഡ് അവിടെ നിർമ്മിച്ചത്. അതും സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഒരു ഷെഡ് നിർമ്മിക്കുക, ആ നിശ്ചിതമായ അകലം പാലിക്കാതിരിക്കുക എന്ന തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിനോട് ചേർന്ന് ഇത്തരമൊരു ഷെഡ് നിർമ്മിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഈ ഷെഡിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെ നടന്നു എന്നാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനൊപ്പം KSEBയ്ക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇത്തരം രീതിയിൽ വൈദ്യുതി ലൈൻ കിടന്നിട്ടും അത് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇക്കാര്യം വൈദ്യുതി മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. KSEBിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് വൈദ്യുതി മന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് KSEBയെ പഴിചാരുന്നു, KSEB വിദ്യാഭ്യാസ വകുപ്പിനെ പഴിചാരുന്നു. അതിന് കാരണം ഈ സ്കൂളിന് എങ്ങനെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഷെഡ് നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ട് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ. ഇതിനിടയ്ക്ക് വെച്ച് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ്, ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയത് ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. CPM നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്കൂൾ, CPM ആണ് ഈ സ്കൂൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ ഈ സ്കൂളിൽ നടക്കാറില്ല എന്ന് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളും പറയുന്നുണ്ട്. മാത്രമല്ല പ്രദേശവാസികൾ നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ മാനേജ്മെന്റ് അന്നൊന്നും ഇത് ചെവിക്കൊണ്ടിരുന്നില്ല. ചില അധ്യാപകരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം നേരത്തെയും ചില വിദ്യാർത്ഥികൾ ഈ ഷീറ്റിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ ഷീറ്റിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ ഈ അധ്യാപകരും ഈ വിവരങ്ങൾ നേരത്തെ അറിയിച്ചതാണ്. ഇത് അപകടത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്. എന്നാൽ അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല. അതിന് കാരണം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ CPM നിയന്ത്രണത്തിലാണ് ഈ സ്കൂൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് വളരെ വലിയ ഗുരുതരമായ വീഴ്ചകൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും കൃത്യമായ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യമാണ് നിലവിൽ സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യുവജന സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചിരുന്നു. അതിനു മുൻപ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും റോഡ് ഉപരോധം നടന്നിരുന്നു. ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ പോലീസ് ത്തെയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നു. ഏതായാലും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്കൂളിലേക്ക് എത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ ഇതുവരെ അതിനുള്ള ക്രമീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രി KN ബാലഗോപാലും എത്തിയിരുന്നു. ഇവിടേക്ക് എത്തിയാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. അതായത് വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയാവുന്ന ഒരു ദുരന്തം
എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബോധപൂർവമായ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ആർക്ക് വേണമെങ്കിലും ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ ഒരു വൈദ്യുതി ലൈൻ കിടക്കുകയാണെങ്കിൽ അത് അപകടത്തിന് കാരണമാകും. കുരുന്നുകൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഈ രീതിയിൽ വൈദ്യുതി ലൈൻ കിടക്കുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ ആർക്ക് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അവിടെയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ്. ഇതിനൊപ്പം തന്നെ KSEBിക്കും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വൈദ്യുതി ലൈൻ ഒഴിവാക്കി നൽകുന്നതിന് എന്തുകൊണ്ട് KSEB നടപടി സ്വീകരിച്ചില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ രണ്ട് ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇതിനൊപ്പമാണ് ഈ നാട്ടുകാർ പലതവണ ഈ പരാതി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതും വലിയ വീഴ്ചയാണ്. ഇതിനൊപ്പം നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് സ്ഥലം MLA കോവൂർ കുഞ്ഞുമോന്റെ വീട്. ഈ സ്കൂളിൽ നിന്ന് ഏകദേശം 400 മീറ്റർ അകലെയായിട്ടാണ്. അദ്ദേഹം ഈ സ്കൂളിന് മുന്നിൽ കൂടിയാണ് ദിവസവും സഞ്ചരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ഈ സംഭവത്തിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം ഈ അപകടം അറിഞ്ഞതിന് ശേഷവും സ്കൂളിലേക്ക് എത്താൻ വൈകിയതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെയും നാട്ടുകാർ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചില അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. നിലവിലും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയും ഒക്കെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. സമഗ്രമായ റിപ്പോർട്ട് വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അപകടങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് തടയാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളെല്ലാം വലിയ ഉന്നതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഴ്ചകളും അതുമൂലം ഈ ദാരുണമായ കുരുന്നുകളുടെ അന്ത്യമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നിഖിൽ. ശരി രാജീവ്, കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 13-കാരൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മിഥുൻ്റെ വിദേശത്തുള്ള അമ്മ എത്തിയതിനു ശേഷമാകും സംസ്കാരം നടത്തുക. അതേസമയം തേവലക്കര ബോയ്സ് സ്കൂളിൽ വൻ പ്രതിഷേധമാണുള്ളത്. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജില്ലയിൽ നാളെ ABP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വിവരം നൽകുകയായിരുന്നു R. രാജീവ്.